അല്ലപ്പാ നിന്നെ വണ്ടി ചക്രങ്ങളൊക്കെ ആക്കിയില്ലേ? ഇനി കുറച്ച് തട്ടലും മുട്ടലും ഉണ്ടെന്നേലും വണ്ടി നല്ല കണ്ടീഷനാ. അപ്പൊ ഒരു 4 സ്കൂളിൽ എത്തിക്കോ. ഇന്ന് വണ്ടി മാറിയിട്ട് ടീച്ചറെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നാ ശരി. ആ മോക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കണ്ണുറന്നിന് എത്ര ചേച്ചി? 60. 60 പിന്നെ വണ്ടിക്ക് കുറച്ച് പെയിന്റ് വേണ്ട, നിങ്ങൾ 60 തന്നാ മതി. ഇന്ന് മാഷിയുടെ ഗേറ്റ് അടന്ന മാഷമൊക്കെ നോക്കോ. മാറിയടാ ഓളല്ലേ ആള്? ആ ഓള് തന്നെ. അതന്നെ. ടീച്ചറെ ശാന്തട്ടും പറഞ്ഞിട്ട് ഞാനാ വരലേന്ന്. വേഗം എടുക്ക എല്ലാരും ബാഗ് എടുത്തേ. തിരക്കും നോക്കണ്ട, സൂക്ഷിച്ച്. അയ്യേ ചളങ്ങിയിരിക്കാ പാട്ട വണ്ടി. നീ വരണ്ട. ശരി പാട്ടെല്ലാം ഇട്ടുതരാം. പക്ഷെ ആടൊപ്പം ഇരുന്ന് പാടുകയും വേണം, ആടിന്ന് ഡാൻസും ചെയ്യണം. പറ്റോ? ഓക്കെ. ആദ്യം മോളാട് പോയിരുന്നേ. ഇനിയിപ്പോ പാട്ട് വെക്കാ. പാടിക്കോ. എന്നമ്മയുടെ ജീവിതം കമ്മൽ എന്തപ്പൻ്റെ കട്ടൊന്നു പോയേ, എന്തപ്പൻ്റെ പ്രാന്തി എന്തമ്മ കുളിച്ചു തേടേ, എന്തമ്മയുടെ ജീവിതം കമ്മൽ എന്തപ്പൻ്റെ കട്ടൊന്നു പോയേ, എന്തപ്പൻ്റെ പ്രാന്തി കുട്ടി. കുടിക്കാണ്ട് എന്നെ കൊണ്ടുവന്നല്ലേ? ചേച്ചി ഇതാ മൈൻഡ് ഐഡിയ. ആഹാ, മായക്കുട്ടിയുടെ വീട് ഇതാ. പിന്നെ മായക്കുട്ടിയുടെ അച്ചാച്ചനെ ചേച്ചി ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ ഒപ്പരല്ലേ പഠിച്ചു ഒരു ക്ലാസ്സില്. അല്ല ഇന്ന് പുതിയ ആളാന്നല്ല. ശാന്തേട്ടനോട് പോയിനി? ശാന്തേട്ടന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ. അതെയാ? ആഷക്കിപ്പ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ഉണ്ടപ്പാ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ. പിന്നെ ചേച്ചി ചെറുപ്പത്തിലെ വലിയ ചേച്ചിയായല്ലേ? നിങ്ങള് പൈസ വാങ്ങിയിട്ടില്ലല്ലോ. ഞാൻ എടുത്തിട്ട് വരട്ടെ. അതൊക്കെ നമുക്ക് പിന്നെ കണക്കാക്കാണ്. അല്ല എങ്കിലേ ഇളവയും പിള്ളേരെല്ലാം പോയിനാ? പോയിട്ടില്ല, അടുത്ത ആഴ്ച പോണ്ടാവും. അതെയാ? ശരി. ബൈ മോളെ. മാക്കുട്ടിനെ എന്തെല്ലാം പഠിച്ചേ? ഓടല്ലേ മോളെ, നീ വീവേ. ചേച്ചിക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മേനെ ഓൾഡ് അച്ഛൻ ഒഴിവാക്കിയതാ. ഓൾഡ് അച്ഛനെ തെരഞ്ഞെടുക്ക പോലും ഓൾഡ് അച്ചാച്ചൻ. അത് നിനക്കെങ്ങനെ അറിയില്ലേ? ആരോ പറഞ്ഞു കേട്ടതാ. ചേച്ചി ഇതാ അച്ഛന്റെ വീട്. അതെയാ? ഇറങ്ങിക്കോ. പുതിയ വണ്ടിയിലാന്നല്ല. ശാന്തേട്ടൻ ഉണ്ടായിട്ടില്ല. അതെയാ? പറഞ്ഞിരുന്നു, വിളിച്ചു പറഞ്ഞു. എന്താ മോനെ ഇത് പറ്റ അഴുക്കാന്നല്ല. ദേവൂട്ടി ഒന്നിങ്ങ വന്നാ ഒരു 1/2 മണിക്കൂർ സോപ്പ് വെള്ളത്തിൽ വെക്ക്. ഭക്ഷണം മുഴുവൻ കഴിച്ചനാ? ആൾക്കാര് പറഞ്ഞു കേട്ടിന് ഒരു പെൺകുട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഈ വഴി വന്നിട്ടാ ആദ്യായിട്ടല്ലേ? പാലെടുത്തിട്ട് നാളെ ഞാൻ തിരിച്ചോണം. ഒരു അർജന്റ് ക്ലൈമീറ്റിംഗ് ഉണ്ട്. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാവേ. അച്ഛൻ്റെ അമ്മയാ ആരോടും പറയാതെ വന്നിരിക്കുക സർപ്രൈസ് ആക്കാൻ. അച്ഛനും ഉണ്ട്, നല്ല ഉറക്കത്തിലാണ്. ഇന്ന് രാത്രി നല്ല പൂരായിരിക്കും രണ്ടാളും കൂടിയിട്ട്. ശരി ആയിക്കോട്ടെ. അതൊക്കെ അമേരിക്കൻ പോലീസിനപ്പ പോലീസ്. നമ്മ രാവിലെ കണ്ടില്ലേ പുറത്തും റോട്ടിൽ തുപ്പുന്നത്? അവനൊന്ന് അമേരിക്കയിൽ വന്നൊന്ന് തുപ്പി നോക്കട്ടെ. ഐ എം ഡാം ഷുവർ they will arrest him on the spot.
ആഹാ വീട്ടില് കൊറേ വിരുന്നാരൊക്കെ ഉണ്ടല്ലോ. ഇതാണോ അമേരിക്കക്കാര്? എന്റെ തല തറച്ച് പിള്ളേരപ്പത്. ആര്? ഈ പിള്ളേരാ? ആന്ന് ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഞാനടുത്തും മിണ്ടൊന്നും പോയില്ല. അപ്പൊ ശരി എന്നാല് കാണാം. ബൈ ചേച്ചി. നമ്മുടെ ഈ നാട് ഒരിക്കലും നന്നാവൂലപ്പ. മഴ വന്ന ചെളി, വെയിൽ വന്ന പൊടി. അറ്റ്ലീസ്റ്റ് അപ്പന് മുറ്റത്തെങ്കിലും ടൈൽസ് ഇട്ടൂടെ? ലുക്ക് അറ്റ് ദിസ് പൊടി. അമ്മേ ചായ. അപ്പൊ യു ഡു വൺ തിങ്. കിട്ടുന്ന വിലക്ക് ഇതൊക്കെ വിട്ടിട്ട് യു കം വിത്ത് us. ഇനിയുള്ള കാലം അമേരിക്ക പോയി നമുക്ക് സുഖമായി ജീവിക്കാം. What do you say? അമ്മ എനിക്ക് വിശക്കണു. ഇടി അവിടെ അവില് നനച്ചു വെച്ചിട്ടുണ്ട്. ഇവിടത്തെ പോലൊന്നും അവിടെ വലിച്ചാരി കഴിക്കില്ലപ്പ. ബുദ്ധിക്കുള്ളതും ശരീരത്തിനുള്ളതും ന്യൂട്രീഷൻ എക്സാക്ട് മെഷർമെന്റ്. എന്നെ നോക്കൂ. ലുക്ക് അറ്റ് ഹർ. അപ്പന് ഇഷ്ടം. ഒരു കാര്യം, സാധനം ഇത് വേണ്ടെന്നൊന്നും കാണൂല. ഇതല്ലേ അവര് നനച്ച് തിന്നൂടെ? അമേരിക്കക്കാര് വന്ന പിന്നെ വേണ്ടല്ലേ? ഒരു നാളെ പോട്ടോ. പൊടി അസൂയക്കാരി. ഈ നാട്ടിൽ ജനിച്ച കാരണം എനിക്ക് 3 ഭാഷ വിഷമുള്ളൂ. ലുക്ക് അറ്റ് മൈ കിഡ്സ്. ഇത്ര ചെറുപ്പത്തില് ദേ ക്യാൻ സ്പീക്ക് 7 ലാംഗ്വേജസ്. 7 ഭാഷ നന്നായിട്ട് അവർക്കറിയാം. പ്ലസ് കമ്പ്യൂട്ടർ. ശരിക്കും പറഞ്ഞ അമേരിക്കൻ സ്കൂളിൽ പഠിക്കാൻ പറ്റിയ ഓരോ കുട്ടിയും ജീനിയസിനപ്പ. സൂപ്പർ ജീനിയസ്. ഇതുവല്ലോ അപ്പന്നെ അറിയാം. ആ ചിക്കന്റെ ബാറ്ററി തീർന്നു ഗ്രാമ്പ. ആ ബാറ്ററി ഒന്ന് മാറ്റിട്ട് കൊടുക്കടാ. വയറിങ്ങിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലടാ. ബൾബ് പോയതാ. ഒന്ന് പറ. എന്നാ പിന്നെ ഒരു 500 രൂപ. 500 പോടാ. രമേശ് ചേട്ടാ എന്നൊന്ന് സ്റ്റാൻഡിലാക്കുവാ. ഞാൻ ഈ വൈക്കടി സ്റ്റാൻഡ് ഞാൻ വിട്ടുതരാം. സുധിയേട്ടാ നാളെ ഞാൻ എപ്പോഴാ വരണ്ട്? നാളെ ഒരു 11 മണിക്ക് പോവാ. അല്ല വേണ്ട, 1 മണിക്ക് വന്നാൽ മതി. കുറച്ചിട്ടെല്ലാം തരണ്ട പൈസ. ചെറിയ ചെറിയ അറച്ചിലേ ഇല്ലേ? ഇതാ ചെറിയൊരു സ്ഥലം. നീ വാ, ഞാൻ ശരിയാക്കി വെച്ചേക്കാം. നാളെ എന്റെ പൊരയിലൊരു മംഗലുണ്ടായിരുന്നു. നാളേക്കൊരു ലീവ് വരും. എന്റെ കുടുംബത്തിൽ ഇനി ആരാടാ മംഗലം കഴിക്കാനുള്ളത്? എന്റെ അമ്മയുടെ വകയില് ചെറിയമ്മയുടെ അനിയത്തിയുടെ സത്യം പറഞ്ഞ ലീവ് വരാം. നാളെ സിനിമേന്റെ ഓഡിഷൻ എത്രാമത്തേത്? 22ാമത്തെ. നീ നശിക്കാനാണെങ്കിലേ ഞാനിന്റെ കൂടെ നിൽക്കടാ. ലീവ് ക്യാൻസൽ. നാളെ രാവിലെ വന്നിട്ട് ഷാരൂഖ് ഖാനൊക്കെ ഇങ്ങനെ മെനക്കെട്ട് തന്നെയാണ് സൂപ്പർ സ്റ്റാർ. ഇങ്ങനെ കണവണ വർദ്ധിക്കാണ്ട് വീട്ടിൽ പോന്നപ്പടാ. അവന്റെ ഒരു ഷാരൂഖ് ഖാൻ. ഒന്ന് പോയി തരുവോ? എനക്ക് പൊറക്കോണ്ടേ? ആ പോലെ. അതെ, ഇന്ന് ഒറ്റ ദിവസത്തോട്ടത്തിന് ഞാനും കൂടെ വന്നോട്ടെ. നിങ്ങി രാത്രി മാത്രം ഓടി ഇത്രയും പൈസ ആക്കുന്ന എങ്ങനെയാന്ന് എനക്കും കൂടെ ഒന്ന് അറിയണല്ലോ. നീ നേരത്തെ കാലത്ത് വീട്ടിൽ പോകാൻ നോക്ക്. രമേശേട്ടാ പ്ലീസ്, ഇന്ന് മാത്രം. എനക്ക് ഒറ്റ പോവാൻ പേടിയാ. ഇതിപ്പോ രമേശേട്ടനും ഉണ്ടല്ലോ. ഇന്ന് മാത്രം പ്ലീസ്. നീ ഓടിക്കോ? നീ പൈസ ഉണ്ടാക്കുന്ന കുട്ടൻസ് അറിയാണ്ട് എനിക്ക് ഓർക്കം വരാൻ കണ്ട. രാത്രി ഉറക്കൊഴിച്ച്. ഹലോ നീക്കേ, ബാംഗ്ലൂർ വണ്ടി വന്നോ? ബാംഗ്ലൂർ വണ്ടിയാ? ചെന്നൈ വണ്ടി മതിയോ? വാ, പണി കഴിഞ്ഞിട്ട് വന്ന് നോക്കി നോക്ക്. എല്ലാം ശരിയായില്ല അല്ലേ? ആ, കണ്ണി കണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അണ്ണി കണ്ട പണിയാ? അല്ല, കണ്ണില് കണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ഒന്നും ഉണങ്ങാണ്ടാവും കുറച്ച്. ഇല്ലല്ലേ, ഉണങ്ങിയോ? 4500. 4500? ആ, സുധിയേട്ടനോട് പറഞ്ഞില്ലല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന്. ആണോ? സുധിയേട്ടനാടാ? സുധിയേട്ടൻ ടൗണിൽ പോയി. എന്റെ ഇപ്പം അത്രയും പൈസയൊന്നുമില്ല. ആ, അത് കുഴപ്പമില്ല, എല്ലാം കൊടുക്കേ. ഇതിപ്പോ 3500 ഇല്ലല്ലോ. അതുണ്ടെന്നാ ബാക്കി പിന്നെ കൊടുത്താൽ പോരെ. ബാക്കിയുള്ളവർക്ക് അടുത്തോട്ടെ പോവാം. ആയിക്കോട്ടെ. അവിടെ ഉണ്ടാവും. എല്ലാരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നേ? ഇത് എന്ത് കപ്പാ? വോളിബോൾ. നിങ്ങ ഇപ്പൊ എവിടെന്നാ വരുന്നേ? ഡൽഹിന്നാ? അപ്പൊ ഇത് എന്തിന്റെ കപ്പാ? വേൾഡ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. വേൾഡ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. ലോകകപ്പാ വോളിബോളില്? ആന്ന്. നിങ്ങ ഏത് ടീമിനെ തോപ്പിച്ചേ? ഇംഗ്ലണ്ടിന്. ഇംഗ്ലണ്ടിനോ? സാറേ, ഇതൊന്നിട്ട് വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. അതിന് അവർക്ക് ഈ പാവം പിടിച്ച കളിയിൽ എന്ത് താല്പര്യം? നിങ്ങളിപ്പം കൂട്ടാനാരെ വന്നില്ല? ആര് വരാൻ? റിസർവേഷൻ പോലും കിട്ടിയില്ല. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയാ ഞങ്ങൾ പോകുന്നത്.
ഈ പിള്ളേരെ മേത്തെ ചെളി കണ്ടില്ലേ താഴെ കിടന്ന് ഉറങ്ങിയന്റെ? അത് കഷ്ടം തന്നെയാണ്. ഇവര് ഇന്ത്യക്ക് വേണ്ടി തന്നെയല്ലേ കളിച്ച്. പക്ഷേ ഇത് ക്രിക്കറ്റ് അല്ലല്ലോ. ആന്തേ ഇവിടെ ക്രിക്കറ്റ് മാത്രം മതിയാ? പിടിച്ച ബോള്, പിടിക്കാത്ത ബോള്, എറിഞ്ഞ ബോള്, എറിയാത്ത ബോള്, പിന്നെന്നാ ഗ്രൗണ്ടിന്റെ വടക്കേ കിഴക്കേ മൂലയിൽ വീണ അതിനും അവാർഡ്. എന്തെല്ലാം അവാർഡാണ് ക്രിക്കറ്റില്. ക്രിക്കറ്റ് ഒക്കെ സെലിബ്രിറ്റി കളിയല്ലേ? സാറേ, സാറിന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്തിന്? അതെല്ലാം പറയാ. സാറിന്റെ കൂടെ നിൽക്കുക. ഓ അതെ, എന്റെ ബാക്കിൽ വന്നാ മതി. എന്താണ്? എന്റെ ബാക്കിൽ വന്നാ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാരും വന്നേ. അല്ല അല്ല എടുത്തേക്കാം, എല്ലാരും കൂടി എടുത്തേക്കാം. ഹലോ ഹലോ കേറി. ആൻസി തുടങ്ങിക്കോ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे മീര ഫോട്ടോ എടുത്തിനാ? റിപ്പോർട്ട് ചെയ്യണ്ട, പെട്ടെന്ന് പോയി അതിൽ എനിക്കൊരു സല്യൂട്ട് ഉണ്ട്. അല്ലാതെ പിന്നെ ഓരോടെല്ലാം എന്തെന്നാ ചെയ്യല്? അത് യോറായി. അപ്പൊ നീ വീഡിയോ എടുത്തിനോ? ഇല്ല. എന്റെ മോളെ, നീ എന്റെ വീഡിയോ എടുക്കണ്ടേ? ആ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് നോക്കും മാരണ വൈറലാക്കിയത്. ആണോ? ആ അപ്പൊ ഇതൊന്നും അറിയില്ല അല്ലേ? എന്തെല്ലായാലും നാസിൽക്ക ആ പിള്ളേരെ സന്തോഷം ഒന്ന് കാണണ്ടേ മോനാ ആ മേജറിന്റെ അടുത്ത് വിളിക്കുന്നത്. അയാൾക്ക് എന്തോ അത്യാവശ്യം ഓട്ടം വിടുമ്പോ. ഞാനില്ല ശാന്തപ്പ, എന്നാ ഉണ്ടാവില്ല. നാസറേ ഒന്ന് പോയി. മേജർ എന്നെ കൊണ്ടാവും. അച്ചുകുട്ടനാ സിദ്ധു എന്നെ വിട്ടേ എല്ലാ പ്രാവശ്യം സന്തോഷം. അച്ചുകുട്ടാ, ഏഞ്ചലെ നിന്റെ ചെറിയ ചെല്ലാം പോയാ? കുറച്ച് ദിവസം പോയി. എടാ ചക്കക്കുരു, നിന്റെ മോനെ എപ്പോ ഇങ്ങനെ കോർപ്പിച്ചിട്ട് തന്നെയാ? പിന്നെ അതൊക്കെ അപ്പളെ മാറ്റിയില്ലേ? നോക്കിയേ, മതിയായി. നിങ്ങൾ ആരും പോണ്ട കേട്ടോ, ഞാൻ ഒരാളെ നിൽക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ മേജറിനെയും കൊണ്ട് ഓട്ടം പോകാൻ വേണ്ടിട്ട് നല്ല അധ്വാനത്തില് വന്ന് ആണ്ടനാ ഇതിന്റെ അധ്വാന നാളെ രാവിലെ വരെ എന്ത് ചെയ്യാനാ? എന്താ സാറേ? നീ നൈറ്റിൽ ഓടുന്നുണ്ടോ? ഓടുന്നുണ്ട് സാർ. നിനക്ക് കാർഡുണ്ടോ? കാർഡുണ്ട് സാറേ. കാർഡില്ലാണ്ട് ആരും ഓടുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് ഓടിയാൽ മതി. ശരി സാറേ. പിന്നെ ആ പാവാട ഷാജി വരുള്ളൂ. ഓ, എല്ലാരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറ. പറയാം സാർ. ആ ശരി, നീ പോ. നിർത്ത് ഓന്നാർന്ന് പണി എടുക്കുന്നത്. ഇത് കേരള കോൺഗ്രസ്, ഇത് ലീഗ്, അപ്പൊ കോൺഗ്രസിന്. സാറേ, നീ നൈറ്റിൽ ഓടുന്നുണ്ടടാ? ഓടാ സാറേ. നിനക്ക് കാർഡുണ്ടാ? ഇല്ല. ഇല്ലേ? എന്നാ ശേഷം ഒന്ന് ഒപ്പിട്ട് ഓടിയാ മതിയേ. ഞാനെന്ത് ചെയ്യാളെ അച്ഛന, ഞാൻ ഒപ്പിട്ട് ഇയാളെ ക്ലാസ് കയറ്റൂല. GD പെൻഡിങ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ. സാറിന്റെ മോനായതുകൊണ്ടാ ഒരു 3-4 പ്രാവശ്യം എന്റെ കൈ കിട്ടിയത് അല്ലടാ. അവന്റെ കയ്യിൽ കുറെ പന്നിപ്പടക്കം ഉണ്ടെന്ന്. ഇഷ്ടമുള്ള സമയത്തൊക്കെ അവൻ പൊട്ടിക്കുന്നു. ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടൊരു ഭീഷണി. സാറേ, ഞാൻ നല്ല സൗണ്ടിൽ പൊട്ടിക്കടാ. ഓൺലൈൻ പടക്കമല്ലേ? പൊട്ടിക്കേ സൂക്ഷിച്ചോട്ടെ, എപ്പോഴാണ് ഇവൻ ലൈവ് പോകണമെന്ന് പറയാൻ പറ്റില്ല. സാർ ഒരു കാര്യം ചെയ്യും. എന്താ സാർ? എന്താ സാർ ഒരു പരാതി തരാമെന്ന്. അവിടെ കൊടു. ഇവൻ എന്തായാലും സ്പീഡൊന്നും കുറക്കാൻ പോണില്ല. ഒരു ബെസ്റ്റ് പരിപാടി ഉണ്ട്. നല്ലൊരു തുകക്ക് ഇവൻ അങ്ങോട്ട് ഇൻഷുർ ചെയ്യും. എന്നിട്ട് ഒരു സൂപ്പർ ബൈക്കും മേടിച്ചു കൊടുക്കും. ഒരു 390cc ആയിക്കോട്ടെ. മാക്സിമം പോയാൽ 2 മാസം. ഇവന്റെ ബോഡിയും കിട്ടും, നല്ലൊരു തുകയും കിട്ടും. എങ്ങനെയുണ്ട്? ചെല്ലി പൊട്ടിക്കടങ്ങട് വീട്ടിലേക്ക്. നല്ല സൗണ്ടിൽ ഹർത്താലിന്റെ ഫോട്ടോ എടുക്കണം പോലും. സായിപ്പ് എവിടെന്ന് അറിയില്ല. പുറത്തേക്ക് വിളിക്ക്. ഹലോ,
ഇംഗ്ലീഷ് പറയേണ്ടി വരുമല്ലോ. Hello, officer. My name is Roderick. Where are you from? I'm from La Chapaca. La Chapaca? Yep, this is in Alabama. 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 I know. What is the purpose of visit? Actually, Kannur is very famous for Hatha. So, I would like to visualize all the sequence. നമ്മളെ കണ്ണൂർ ഹർത്താൽ വേൾഡ് ഫേമസ് ആണല്ലേ? No more Hartal in Kannur. Only Samadhanam. Peace. What peace? Peace. Hey, no peace. Only one piece. Samadhanam. But Hartal is the first show. Hartal is not festival. Onam, Vishu is festival. See, festival. You go to Bekal Kota. Bekal Fort is a famous tourist place in Kasaragod district. Okay, nice. Thank you. ഇവരുടെയൊക്കെ വിചാരം കണ്ണൂർ എന്ന് പറഞ്ഞ ഹർത്താൽ എന്നാണ്. ഇവിടെ എത്രയോ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. എന്ത് നല്ല കാര്യവും സാറേ. നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചീത്ത പേരുണ്ടാക്കണത്. Bye, officer. സാറേ ഇത് നോക്കറാ ഓർലൊപ്പിട്ടിനി. ഒപ്പിട്ട് കഴിഞ്ഞില്ല സാറേ. ഇത്രയും പേജ ഇവനേതാ? നൂജന സാറേ. എന്താടോ ഇത്? 10-20 പേജ് ഇനിയും ബാക്കിയുണ്ട് സാറേ. ഒരു പുസ്തകം കൂടി ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് ഞാൻ പോയിക്കോളാം. അയ്യോ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഓക്കെ. പൂജ ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ച തന്നെ ചെയ്യാം. ഞാൻ വിളിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതെടുക്കണേ ചേച്ചി. അയ്യോ വേണ്ട. അത് പൂജേന്റെ സാധനങ്ങളാണ്. ഞാനെടാ ചന്തപ്പുരയില്. ചന്തപ്പുരയിലാ? എന്നാ മോളെ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്തിന്? മോളിലൊരു അമ്മ താമസമുണ്ട്, നടക്കാനൊന്നും പറ്റൂല. അവരെനിക്ക് സാധനം മേടിക്കാൻ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോളൊന്ന് ഇവിടെ എത്തിക്കോ. എന്നാ ശരി, ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് വരാം. മോളെ എത്രയാ മോളെ? 30. ഓൺലി 30. വീട് ഒരുത്തനുണ്ടായിനി, ഓനിപ്പോ കാറിലേക്ക് മാറി. അതുകൊണ്ടാ. അപ്പൊ പൈസയോ? പൈസ ഒന്നും വേണ്ട. അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ അമ്മക്ക് അക്കൗണ്ട് അവിടെ ലിസ്റ്റ് കൊടുത്താ മതി. ചേച്ചി പാലത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടാ? അവിടെ ബ്ലോക്കാണ്. ഇതിപ്പോ വേണ? തിരക്കൊന്നുമില്ലാന്ന്. നാളെ ഓട്ടോ പോകുമ്പോ ഇവിടെ ഇറക്കി തന്നാ മതി. നിങ്ങളെ പേരെന്നാ? എന്റെ പേര് കുഞ്ഞമ്പു. ലിസ്റ്റിന്റെ അടിയില് എന്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഞാൻ വിളിക്കാം. ഇനി രാവിലെ വേറെ പണിയൊന്നുമില്ല. അതുണ്ടല്ല, ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഓട്ടോറിക്ഷക്കാർക്ക് എന്തിനാ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിലല്ലേ അത് ഇടാണ്ട് എനിക്ക് തിരിക്കാൻ പറ്റൂ. ഓ, ഒരു 10 ഇപ്പൊ ശരി. സുധിയേട്ടാ, ഇവനെ ഏറടിച്ച് നിങ്ങളെ ടയർ മിക്കവാറും പൊട്ടിക്കോട്ടാ. ഇതെന്റെ ടയറാ. അന്റെ അല്ലടാ, അതെനിക്ക് ആവശ്യമുള്ള. ഓ, തന്നോളാം. അതെ, നമ്മക്കൊരു ആരോഗ്യ കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ? ഈ മസിലിങ് പുറത്തേക്ക് വരട്ടല്ല. അത് സൂപ്പർ. എന്താ നിങ്ങളെ സിനിമ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നിങ്ങൾ നായകനായിട്ട് വേണം എനിക്ക് നിങ്ങളെ നായികയായിട്ടൊന്ന് അഭിനയിക്കാൻ. സുധിയേട്ടാ, ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട് നായകനും നന്നായിട്ടുണ്ട്. വടക്ക് നോക്കിയ യന്ത്രം സെക്കൻഡ് പാർട്ട്. ഏട്ടാ, നിങ്ങളൊന്നും കഴിക്കില്ല? നല്ല ചോദ്യം. നമ്മൾ കുടിച്ച പൈസ എങ്ങനെ നമുക്ക് കിട്ടും? നമ്മളില്ലെങ്കിലേ ഓരോ കഞ്ഞൊടി മുട്ടും. ഒറ്റക്കെട്ട കഞ്ഞിയും കളരി. അതെ, നമുക്ക് അതിനകത്തൊന്ന് കഴിക്കാലോ. എന്തിന്? ഇതൊക്കെ തട്ടിപ്പാന്ന്. കാരാട്ടയാണ് ബെസ്റ്റ്. അതിലെന്താന്നറിയില്ല, ഒരു റുക്കണ്ടല്ലേ കൂടക്കപ്പ. അല്ലേ, நீங்க கிணத்துல வந்து காரணம் அந்த பொண்ணு தான். அந்த பொண்ணா? மூதேவி விசாசி. നീ പൈസ കൊടുക്കൂലേ? ആരാ? നമസ്കാരം. ഞങ്ങളുടെ കഞ്ഞുടിക്കാൻ വന്ന അപ്പൊ ഒന്ന് കാണാൻ. ഓ, ആയിക്കോട്ടെ. അല്ല, ഇവിടെ കഥകളി എടുപ്പിക്കുക. കഥകൾ? കളരി ഏതാ സ്റ്റൈല്? തെക്കനാ വടക്കനാ? കണ്ടാ മനസ്സിലാവോ രണ്ടും? അല്ല, ഞാൻ കരാട്ടയാ.
ഇത് പഠിക്കണമെങ്കിൽ എപ്പം മുതലാ പഠിക്കണ്ടേ? 7-8 വയസ്സിൽ പഠിക്കുന്നതാ നല്ലത്. ആ പ്രായത്തിൽ നല്ല മെയ്വഴക്കം ഉണ്ടാവും. പിന്നെ മനസ്സുണ്ടെങ്കിൽ ആർക്കും ഏത് പ്രായത്തിലും പഠിക്കാം. ഇനി മോള് പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്താളോ ജാനി. നമ്പറില്ലല്ലോ. കട്ട കണ്ട കട്ട അത് പോരാ. ഇത് കാരാട്ടാണ് കാരാട്ട. ഒന്നങ്ങോട്ട് മാറി. ഇത് എന്തൊരു സോഫ്റ്റ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. നിങ്ങൾക്ക് കരാട്ട പഠിച്ചൂടെ? ഇനി മേലാൽ അനുവാദമല്ലാണ്ട് ഒരാളെ മേത്ത് തൊടരുത്. ഞാൻ തൊടൂല. ചെയ്തോ. അതെ ഇതൊന്ന് തുറക്കുവാ. എന്ന് വെച്ചിനി ഒന്ന് ടമ്പർ ചെക്ക് ചെയ്താ എന്നൊന്ന് അയച്ചു വിടാൻ പറ പ്ലീസ്.